നമസ്കാരം. സ്വന്തമായി വീട്ടിലിരുന്ന് ഒരു വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. താരൻ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ. കെമിക്കലുകൾ നിറഞ്ഞ ഷാമ്പുകളും ഓയിലുകളും ഉപയോഗിച്ചും മടുത്തവർക്ക് പൂർണ്ണമായിട്ടും പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തുകൊണ്ട് താരൻ അകറ്റാൻ സഹായിക്കുന്ന ഒരു അത്ഭുത എണ്ണ എങ്ങനെ വീട്ടിലുണ്ടാക്കി വിൽക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാന ലക്ഷ്യം താരൻ അകറ്റുക എന്നുള്ളതാണ്. അതിനാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചേരുവകളും അതിന് ഏറ്റവും അനുയോജ്യമായവ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് നോക്കാം. ഈ ചേരുവകളെല്ലാം നമ്മളുടെ തൊടിയിലും അടുത്തുള്ള കടകളിലുമൊക്കെ സുലഭമായി ലഭിക്കുന്ന സാധനമാണ്. ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ലിറ്റർ വേണം. അത് ഗുണമേന്മയുള്ള മില്ലിലാട്ടിയ വെളിച്ചെണ്ണ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത് വേണ്ടത് ആര്യവേപ്പിലയാണ്. നീം ലീവ്സ് 2 വലിയ പിടി വേണം. താരന് കാരണമാകുന്ന ഫംഗസിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആര്യവേപ്പില തന്നെയാണ്. മൂന്നാമത് വേണ്ടത് ഉലുവയാണ്. ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറയും. 2 ടേബിൾ സ്പൂൺ വേണം. തലയൊട്ടിയിലെ ചൊറിച്ചിൽ മാറ്റി തണുപ്പ് നൽകാൻ ഇത് നല്ലതാണ്. നാലാമത് വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു വലിയ പിടി തന്നെ ഇതിനു വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും. തലയൊട്ടിക്ക് ആരോഗ്യം നൽകുന്നു, മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു. 2 കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 5ാമത് വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ഹിബിസ്കസിന്റെ ലീവ്സ് ഒരു വലിയ പിടി അതും വേണം. ഒരു പ്രകൃതിദത്ത ക്ലെൻസർ ആണ്, കണ്ടീഷണർ ആണ്. നമ്മൾ പുരാതന കാലം തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലെൻസർ കണ്ടീഷണർ ആണ് ഈ ചെമ്പരത്തി ഇല. ഇനി അടുത്ത വേണ്ടത് 6ാമത്തെ ഐറ്റം ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ആണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അവിടെ കയറിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് നമുക്ക് വേണ്ടത് ഒരു 5-10 ml ആണ്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റ് ആണ്. ഇത് നിർബന്ധമല്ല, പക്ഷെ ചേർത്താൽ ഫലം ഇരട്ടിയാകും. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആര്യവേപ്പില, കറിവേപ്പില, ചെമ്പരത്തിയില എന്നിവ നന്നായി കഴുകി വെള്ളം പൂർണ്ണമായും തുടച്ച് കളയുക. ഇലകളിൽ വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അത് ഡ്രൈ ആക്കാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രമിച്ചിരിക്കണം. പറ്റുമെങ്കിൽ വെയിലത്തിട്ട് ഒന്ന് ആ വെള്ളം ഈർപ്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം, നമ്മളുടെ ഉരുളി ഇല്ലെങ്കിൽ ചീനച്ചട്ടി, സ്റ്റീൽ പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. അത് അടുപ്പിൽ വെക്കുക. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. തീ ഏറ്റവും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ ചെറുതായി ചൂടാകുമ്പോൾ ആദ്യം ഉലുവ ചേർക്കുക. പിന്നാലെ ആര്യവേപ്പില, കറിവേപ്പില, ചെമ്പരത്തിയില എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് അതിനു മുമ്പേ ഒന്ന് കൃത്യമായിട്ട് അരിഞ്ഞു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ചെറിയ തീയിൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എണ്ണ തിളച്ച് മറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലകളിലെ ജലാംശം മുഴുവൻ വറ്റി ഒരുതരം മൊരിയുന്ന ശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ, അത് കേട്ട് നിലയ്ക്കുമ്പോൾ ഇലകൾ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. തീ ഓഫ് ചെയ്ത് എണ്ണ തണുക്കാൻ വെക്കുക. ഈ എണ്ണ പൂർണ്ണമായിട്ടും തണുത്തതിനു ശേഷം മാത്രമേ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ടീ ട്രീ ഓയിലിന്റെ ഗുണം നഷ്ടപ്പെടും. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുമില്ല. ഇനി ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നല്ല അരിപ്പ ഉപയോഗിച്ചോ ഇത് അരിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഫില്ലിങ്ങും ബോട്ടിലിങ്ങുമാണ്. എണ്ണ നിറയ്ക്കാനായിട്ട് നമുക്ക് 100 ml ചെറിയ കുപ്പികൾ വാങ്ങിക്കാൻ കിട്ടും. നമ്മളുടെ ടൗണിൽ തന്നെ അത് കിട്ടും. ഗ്ലാസ് ബോട്ടിലുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാവുന്നതാണ്. കുപ്പികൾ ചൂടുവെള്ളത്തിൽ നന്നായി കഴുകി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി അണുവിമുക്തമാക്കണം. ഇത് നമ്മളുടെ ഗ്ലാസ് ബോട്ടിലിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് അങ്ങനെ വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറിപ്പോകും. ജസ്റ്റ് കഴുകുക, ഒന്ന് ഡ്രൈ ആക്കുക. ഇനി അരിച്ചു വെച്ച എണ്ണ ഈ കുപ്പികളിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധയോടെ നിറയ്ക്കണം. കുപ്പികളിൽ ഒട്ടിക്കാൻ ആകർഷകമായ ഒരു ലേബൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അത് സ്റ്റിക്കറായിട്ട് വാങ്ങിച്ചിരിക്കണം. അതിൽ എന്തൊക്കെ ചേർക്കണം എന്ന് കൂടെ പറയാം. പ്രോഡക്റ്റിന്റെ പേര് നമുക്ക് അറിയാം. ഇതിപ്പോ നമ്മൾ എന്താ പറയുന്നത്, നീം കെയർ ആന്റി ഡാൻഡ്രഫ് ഓയിൽ എന്ന് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം. ഡിപ്പെൻഡ് അപ്പോൺ യു, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതിന്റെ ചേരുവകൾ എന്താണെന്ന് പറയണം. ഉപയോഗിക്കേണ്ട വിധം, ഉപയോഗിക്കേണ്ട വിധം, ഉണ്ടാക്കുന്ന വിധമല്ല, അതിനകത്ത് പറഞ്ഞിരിക്കണം. ഉണ്ടാക്കിയ തീയതി, മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുക്കണം. വില, MRP കൊടുക്കണം. അളവ് കൊടുക്കണം, 100 ml അങ്ങനെയുള്ള അളവുകളും കൊടുക്കണം. ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒരല്പം എണ്ണയെടുത്ത് നന്നായിട്ട് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുളിക്കുക. കുളിക്കുമ്പോൾ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1 ഷാംപൂ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം എണ്ണമയം ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ചെറുപയറിന്റെ പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴുകിക്കളയാം. കഴുകിക്കളയാതിരിക്കുന്നതാണ് ബെറ്റർ.
ഇനി ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്ര നാൾ ഇരിക്കും എന്നുള്ളത്, നമ്മൾ ജലാംശം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതാണെങ്കിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ എണ്ണ 6 മുതൽ 8 മാസം വരെ കേടുകൂടാതിരിക്കും. നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കാതെ ഒരു തണുപ്പ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിന്റെ ബിസിനസ് പാർട്ടിലേക്ക് വരാം. അതിന്റെ കാൽക്കുലേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. 1 ലിറ്റർ എണ്ണ, അതായത് നമ്മൾ 100 ml 10 കുപ്പി ഉണ്ടാക്കുന്നതിന്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. ആദ്യം ചെലവ് നോക്കാം. വെളിച്ചെണ്ണ 1 ലിറ്റർ ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്ന 280 രൂപയാണ്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ച് 240 280 വരും. എന്നാൽ പോലും നിങ്ങൾ ഈ ടൈമിലെ വിലയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാനൊരു ആവറേജ് ആണ് ഇവിടെ പറയുന്നത്. ബൾക്കായിട്ട് നിങ്ങൾ മില്ലുകളിൽ ചെന്നെടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ അവർ തരും, ഇല്ലെങ്കിൽ 300 രൂപ റേഞ്ചിൽ അവർ തരും. അടുത്തത് ആര്യവേപ്പില, മറ്റുള്ള ഇലകൾ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്, ചെലവൊന്നുമില്ല. ഇനി അഥവാ നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു 50 രൂപ അതിനു വേണ്ടി പിടിക്കുക. ഇനി അടുത്ത ടീ ട്രീ ഓയിൽ, അത് 10 ml വരുമ്പോൾ ഏകദേശം 150 രൂപയോടെ അടുത്ത് വരും. ഇനി 100 ml കുപ്പികൾ 10 എണ്ണം വാങ്ങിക്കുമ്പോൾ ഒന്നിന് 12 രൂപ, അതായത് നമ്മൾ ഗ്ലാസ് ബോട്ടിലിന്റെ കാര്യമാണ് പറയുന്നത്, 12 രൂപ വെച്ച് 120 രൂപ. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബോട്ടിലിന് 3-4 രൂപയ്ക്കുള്ളൊന്നും വരത്തില്ല, അത്രയും പോലും വരത്തില്ല. ഇനി സ്റ്റിക്കർ, നമുക്ക് ഈ കംപ്ലീറ്റ് 10 ബോട്ടിലിൽ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 50 രൂപ ചെലവാകാം. അങ്ങനെ ആകെ ചെലവ് ഞാനിവിടെ പറഞ്ഞ കണക്കനുസരിച്ച് 10 കുപ്പിക്ക് 280, 50, 150, 120, 50, മൊത്തം 650 രൂപ ചെലവാകും ഒരു കുപ്പിയുടെ. അതായത് 100 ml നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 650 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 65 രൂപ. ഇനി ഇതിന്റെ MRP, നിർമ്മാണ ചെലവിന്റെ ഇരട്ടി ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വിലയിടാവുന്നതാണ്. ഒരു 100 ml കുപ്പിക്ക് നമ്മൾ ഒരു 150 രൂപ എന്ന് വിലയിട്ട് കഴിഞ്ഞാൽ നല്ല ആകർഷകമായിട്ടുള്ള വിലയാണിത്. കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഗുണമേന്മയുള്ളത് കൊണ്ട് അതിന് അല്പം വില കൂട്ടിയിട്ടാലും ആളുകൾ വാങ്ങിക്കും. ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ലാഭം, ഒരു കുപ്പിയിലെ ലാഭം 150 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 65 രൂപ നമുക്ക് പെർ ബോട്ടിൽ ചെലവായിട്ടുണ്ട്. 85 രൂപ പെർ ബോട്ടിൽ നമുക്ക് ലാഭം കിട്ടും. ലാഭത്തിന്റെ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%, 130%. ഇനി ഈ ഒരു കണക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നത് അനുസരിച്ച്, നിങ്ങളുടെ മാർക്കറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മാസ വരുമാനം കണക്കാക്കാവുന്നതാണ്. ഞാനിവിടെ അത് പറയുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് ഭാഗമാണ്. എങ്ങനെ വിൽക്കും, ഇതൊക്കെ ഉണ്ടാക്കി വെക്കാം, വളരെ എളുപ്പമാണ്. പക്ഷേ എങ്ങനെ വിൽക്കും അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള വഴികളുണ്ട്. തുടക്കം നമുക്ക് നമ്മളുടെ അയൽപക്കത്തു നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽക്കാർ എന്നിവർക്ക് നൽകി അഭിപ്രായം തേടുക. നല്ലതാണെങ്കിൽ അവർ വഴി മറ്റാളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ദ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയും അതിനെ, മാമൊഴിയിലൂടെയുള്ള മാർക്കറ്റിംഗ്. അടുത്തത് സോഷ്യൽ മീഡിയ ആണ്. ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ എണ്ണയുണ്ടാക്കുന്നതിന്റെ ചെറിയ ചെറിയ വീഡിയോകൾ ഇടണം. ചേരുവകൾ, ഗുണങ്ങൾ, ഉപയോഗിച്ചവരുടെ നല്ല അഭിപ്രായങ്ങൾ, അതായത് ടെസ്റ്റിമോണിയൽസ് എന്ന് പറയും, ഇവയൊക്കെ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി അടുത്തത് വാട്സപ്പ് ബിസിനസ്. ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ ഓർഡറുകൾ സ്വീകരിക്കാൻ പറ്റും. നിങ്ങളുടെ സ്റ്റാറ്റസുകളിലൂടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തത് പ്രാദേശിക കടകൾ, നമ്മളുടെ ലോക്കലായിട്ടുള്ള ഷോപ്സ്, നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ കടകൾ, ബ്യൂട്ടി പാർലറുകൾ, ലേഡി സ്റ്റോറുകൾ എന്നിവിടങ്ങൾ ഒരു കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഇത് വിൽക്കാൻ കൊടുക്കുക. അടുത്ത ഒരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ, ഇല്ലെങ്കിൽ പ്രദർശനങ്ങൾ, അങ്ങനെയുള്ള മേളകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന കുടുംബശ്രീ മേളകളിലും മറ്റ് പ്രദർശനങ്ങളിലും ഒക്കെ ഒരു ചെറിയ സ്റ്റാൾ എടുത്ത് നേരിട്ട് വിൽക്കാം. അത് വളരെ പ്രോഫിറ്റ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ വെച്ച് എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ എണ്ണ താരന് മാത്രമല്ല, തലയൊട്ടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കും. ആദ്യം ചെറിയ അളവിൽ തുടങ്ങി ആവശ്യക്കാർ കൂടുമ്പോൾ കൂടുതൽ ഉണ്ടാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പറയാൻ മറന്നുപോയി, ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമോ താരന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ അത് അനുഭവമാകും, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഗുണമേന്മയുള്ളതാണ് എന്ന്. അതിനുശേഷം നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നതും നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചെറിയ അളവിൽ തുടങ്ങി ആവശ്യക്കാർ കൂടുമ്പോൾ കൂടുതൽ ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ലൈക്ക് കമന്റിനേക്കാൾ കൂടുതൽ ഒരു കാര്യമുണ്ട്, ഹൈപ്പ്. അതായത് കമന്റ് വരുന്ന ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ ഹൈപ്പ് എന്നൊരു സാധനം വരും. 150 പോയിന്റ് ആണ് സാധാരണ കിട്ടാറുള്ളത്. ആ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അത് സഹായകരമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായവും അതാണ്. അത് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു ബിസിനസ് ആശയവുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.